ദൈവം തമ്പുരാനെ, ഇത് നല്ല കളിയായി പോയല്ല. എന്ത് പറ്റി? നിന്നോട് ആര് പറഞ്ഞു അഴ കൊണ്ട് തുണി വിരിക്കാൻ? തുണി വിരിക്കാൻ ആര് പറഞ്ഞെന്ന്? ചേച്ചി ഇത് പകുതി ഉണങ്ങിയതാ, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ മാറ്റിത്തരാം, ഒന്ന് വാടിയാൽ മതി. അപ്പുറത്താഴെല്ലെങ്ങാനും കൊണ്ടുവന്ന് വിരിച്ചേ. അവിടെ ചേച്ചി അമ്മയുടെ എന്തോ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പുതപ്പൊക്കെ എവിടെ കൊണ്ടുവന്ന് വിരിക്കില്ലേ? ഇപ്പൊ അരമണിക്കൂറോടെ ഞാൻ മാറ്റിത്തരാന്ന്. ക്ലീറ്റനോട് എന്തോരം വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ കെട്ടിച്ചഴയാന്നറിയാവോ? തുണി വിരിക്കാൻ ഒരു സ്ഥലമില്ല, നീ എടുത്ത് മാറ്റിക്കേ. എന്റെ ചേച്ചി ഇതിന് മുമ്പ് ഇവിടെ ഒരു അഴ ഉണ്ടായിരുന്നില്ലേ? അത് ഏട്ടൻ കെട്ടി തന്നതല്ലേ? അതിലല്ലേ ഇത്ര നാൾ ഇട്ടോണ്ടിരുന്നത്? അതെന്റെ ആങ്ങളല്ലേ അങ്ങനെ അവൻ അഴ കെട്ടിന്ന് വെച്ചാല്. ഇതിപ്പോ എന്റെ ആങ്ങളെ കെട്ടി തന്ന അഴയല്ലേ? ഈ തുണി ഉണങ്ങിയിട്ട് ചേച്ചിയുടെ തുണി ഇട്ടാ മതി. ഇതെനിക്ക് അരിശം വന്നിട്ട് എനിക്ക് 100 കൂട്ടം പണിയുടെ ഇടയ്ക്ക് ഞാൻ ഇതിപ്പോ അത്യാവശ്യമുള്ള തുണിയല്ലല്ലോ, ഇത് രാത്രി പുതയ്ക്കാനുള്ളതാന്നേ. ചേച്ചി ഇത് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ചേച്ചി തന്നെ ഇവിടെ എടുത്തിട്ടോ. ഉണങ്ങിയതാ, പകുതി ഉണങ്ങിയതാണെങ്കിൽ വല്ല ഫാനിന്റെ ചോട്ടിലും കൊണ്ടുവന്നിട്ടേ. പിന്നെ നാളെ ഇട്ടോട്ട് ഷർട്ടിപ്പോഴാണ് കഴിയുന്നത്. ഇവിടെ ഇടാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്താണ് ചേച്ചി ഇത്? ഞാൻ ഇപ്പൊ എടുക്കാന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എടുക്കും. വേണ്ടി ഇപ്പൊ ഇടാൻ ഞാൻ സമ്മതിക്കത്തില്ല. കണ്ടോ ഞാൻ എന്ത് പാട് കേട്ട് അലക്കി ഇട്ടതാന്ന് അറിയാമോ? ചേച്ചിയുടെ കൊല്ലത്തെ സൂക്കേടാണ് കേട്ടോ. സമാധാനമായോ? മര്യാദക്ക് എന്റെ തുണിയെല്ലാം കഴുകി തന്നു. കഴുകി തന്റെ തുണിയെല്ലാം മര്യാദക്ക് എന്റെ ചുരിദാർ കഴുകി തന്നു. നിന്റെ ചുരിദാർ കഴുകട്ടെ. എന്റെ പണി പുതിയ ചുരിദാറൊക്കെയാണ്. ഞാനിവിടെ തുണി വിരിച്ചിട്ടില്ല. നിർത്തടാ. നിനക്ക് എന്താ നിന്റെ പ്രശ്നം? എന്താ എന്റെ ആങ്ങളെ കെട്ടി അഴയല്ലേ, അപ്പൊ ഞാൻ തുണി വിരിക്കും. നിന്റെ ഇപ്പൊ ചുരിദാർ നിലത്ത് പോയെന്ന് പറഞ്ഞിട്ട് എന്റെ ആങ്ങളെ മേടിച്ചു ചുരിദാറല്ലേ? അല്ലാതെ നീ പണിയെടുത്തോ ഉണ്ടാക്കിയതല്ലേ? ആങ്ങളെ മേടിച്ചെന്നല്ലേ, എന്റെ ആങ്ങളെ മേടിച്ചെന്നതാ. നിങ്ങൾ അങ്ങനെ തോന്നിയാസായിട്ട് നടന്ന സമയത്ത് ഇപ്പൊ അവനുണ്ടല്ലോ തങ്ക കട്ടിയാണ്. ഇപ്പഴല്ലേ തങ്ക കട്ടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മറ്റന്നാ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരു ബ്ലൗസ് വെച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് എന്റെ സാരി കണ്ടിട്ടല്ലേ? സാരി എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ സാരി കണ്ടിട്ടൊന്നും തയ്പ്പിച്ചതല്ല. അങ്ങനെ സാരി എടുക്കാൻ എനിക്കറിയാം. ഒരു സമാധാനമില്ല. കുറെ പെണ്ണുങ്ങൾ വീട്ടിൽ കിടക്കണം. എന്താണ് ഞാൻ മര്യാദ മിണ്ടരുത്. നീ പറഞ്ഞേ കാര്യം പറഞ്ഞേ. സഹിക്കാൻ പറ്റണില്ലടാ എനിക്ക്. ഇവള് എന്നോട് പറയാടാ, ക്ലീറ്റ ഗൾഫിൽ നിന്ന് പോയപ്പോ ഒരു സാരി മേടിച്ചു കൊടുത്തില്ലേ, വേണമെങ്കിൽ കൊടുത്തോളാൻ എന്നോട്. അയ്യോ, പൂങ്കണ്ണീരില് മയങ്ങി പൂങ്കണ്ണീരില്. നിനക്ക് ഒന്നുമില്ലെങ്കിൽ അവളെക്കാളും 3-4 വയസ്സ് കൂടുതലുള്ളതല്ലേ, നിനക്കൊന്ന് ക്ഷമിച്ചു കൊടുത്താ. വയസ്സ് കൂടുതൽ പ്രശ്നമല്ല, ന്യായമായിട്ട് ഭാഗത്താണ്. ഞാൻ എന്റെ ഭാഗത്ത് തന്നെയാ. എവിടെ ന്യായം? ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഒരു കല്യാണത്തിൽ പോകാൻ വേണ്ടി നിന്റെ സാരി ചോദിക്കുകയും കൊടുക്കുകയും ചെയ്താൽ ഇപ്പൊ എന്താണ് തെറ്റ്? സാരി കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അതിപ്പോ എന്റെ തുണിയെല്ലാം കൂടെ വലിച്ചെറിഞ്ഞോണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ നീ മാറ്റി പറഞ്ഞ കല്യാണത്തിൽ പോണ്ടേ? കേട്ടാ ഞാൻ പറഞ്ഞത് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ തുണി എടുത്ത് മാറ്റി വെച്ചോളാം. നീ കരയിപ്പിച്ചാണ്ടല്ലോ. നീ എന്താ അവളെ മാത്രം കുറ്റപ്പെടുത്തണേ? അതെ, 1/2 മണിക്കൂർ നിനക്ക് എന്താ ക്ഷമിക്കും? പുതപ്പുള്ളതേ കൂടി ഞാൻ വലിച്ചു കത്തിച്ചോളൂ. അവന് പുതപ്പാണോ പറഞ്ഞു? അയ്യോ, പുതച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പറ, നിനക്ക് എന്താ വേണ്ടത്? ഇനി ഇവളുടെ സാരി ഞാൻ ഉടുക്കൂല. നീ മിണ്ടരുത്. അവള് പറഞ്ഞിട്ട് തങ്കം കനകന്റെ പെങ്ങളാണെങ്കിൽ ഇതിന് നീ പകരം വീട്ടണം. തന്നെ സാരി എനിക്ക് വേണോടാ. നീ കരയല്ലേ, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാന്ന്. അല്ലാതെ ഞാൻ നിന്നോട് സാരി കൊടുക്കരുത്. എന്റെ അമ്മാവാ, ഇതൊക്കെ കാണുമ്പോഴല്ലോ നിങ്ങളുടെ എനിക്ക് അസൂയാണ്. അതിന് ഞാനെന്താ കാട്ടി? നിങ്ങൾ പെണ്ണ് കെട്ടിയില്ലല്ലോ. കഷ്ടമാണ് കഷ്ടം. കുറെ തുണിയും കുറെ മണിയും കുറെ പെണ്ണും.